ഹലോ അമീഗോസ്, യമഹ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ ഇപ്പോൾ കറന്റ് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ CC മോട്ടോർ സൈക്കിൾ ഏതാ നിങ്ങൾക്കറിയോ? യെസ്, രണ്ട് മോട്ടോർ സൈക്കിൾ ഉണ്ട്. ഒന്ന് യമഹയുടെ R3, അതുപോലെ തന്നെ MT-03. സോ ഇൻ ദിസ് വീഡിയോ ലെറ്റ്സ് സീ മോർ അബൌട്ട് ദം. ഇറ്റ്സ് മീ റാങ്കോ. വെൽക്കം ബാക്ക്. യമഹ R3 ആൻഡ് MT-03 ഈ രണ്ട് മോട്ടോർ സൈക്കിളും ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസ് ആണ്. അതിന് മെയിൻ കാരണം ഈ മോട്ടോർ സൈക്കിൾ വന്നിട്ടുള്ള സെഗ്മെന്റ് തന്നെയാണ് 300cc ട്വിൻ സിലിണ്ടർ സെഗ്മെന്റ്. ഈ സെഗ്മെന്റ് ഭയങ്കര ഒരു ക്യാരക്ടർ ഉള്ള ഒരു സ്പെഷ്യൽ ഫീച്ചർ ഉള്ള ഒരു സെഗ്മെന്റ് ആണ്. അത് ജെന്യൂൻ ആയിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ എന്തൂസിയാസ്റ്റിന് മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതെന്താണെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. കമന്റ് ബോക്സ് നോക്കിയാൽ മതി, ആരെങ്കിലും ഒക്കെ കമന്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡിസൈനിലുള്ള R3 MT-03 ഇന്ത്യയിലേക്ക് വന്നിട്ട് അധികമായി CBU യൂണിറ്റ് ആയിട്ടായിരുന്നു ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹ്യൂജ് ഇമ്പോർട്ട് ടാക്സ് ഉള്ളതുകൊണ്ട് ഭയങ്കര ഹൈ ആയിട്ടുള്ള ഒരു പ്രൈസ് ടാഗിലായിരുന്നു ഈ ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് സെയിൽസ് വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 2025 പുതിയ ബഡ്ജറ്റ് വന്നതോടുകൂടി യമഹ ഒരു ഹ്യൂജ് പ്രൈസ് കട്ട് ഈ ഒരു വണ്ടിയിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് വണ്ടിയിലും ഏകദേശം 1 lakhന്റെ പ്രൈസ് കട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വണ്ടി കുറച്ചുകൂടെ ഒരു അഫോർഡബിൾ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ വണ്ടികൾ ചൂസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഭയങ്കര കുറവാണ്. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം ഈ വണ്ടിയിൽ നമ്മുടെ ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ മാർക്കറ്റിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ വണ്ടിയിൽ വന്നിട്ടില്ല. അതായത് മൈലേജ്, ഫീച്ചേഴ്സ്, പ്രൈസ് ടാഗ്. ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ വണ്ടികൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ 3 ഫീച്ചറിലും ഈ വണ്ടി ലോ ആണ്. പക്ഷേ ഈ വണ്ടിയുടെ ട്രൂ പൊട്ടൻഷ്യൽ അറിയുന്ന ആളുകൾക്ക് ആ ഒരു ഇമ്പോർട്ട് ടാക്സ് വന്നിരുന്ന ടൈമിലുള്ള പ്രൈസ് ടാഗിൽ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അത് ഈ വണ്ടിനെ കുറിച്ച് അറിയുന്നവർക്ക് മാത്രമേ അത് ആ രീതിയിൽ ഫീൽ ചെയ്യുള്ളൂ. കാരണം ഇതൊരു പക്ക മാൻ വേഴ്സസ് മെഷീൻ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആണ്. ഇപ്പോഴത്തെ ഒരു പ്രൈസ് ടാഗ് വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര ജെന്യൂൻ ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു രണ്ട് വണ്ടിയുടെ സ്പെസിഫിക്കേഷനിലേക്ക് വരാം. ഏകദേശം എല്ലാ സ്പെക്കും കാര്യങ്ങളൊക്കെ ഈ രണ്ട് വണ്ടിയിലും സിമിലർ ആണ്. ഡിസൈൻ വൈസ് മാത്രമേ നല്ല ചേഞ്ചസ് ഉള്ളൂ. രണ്ട് സെഗ്മെന്റിലായിട്ടാണ് ഈ രണ്ട് വണ്ടികൾ വരുന്നത്. ഒന്ന് നേക്കഡ് സ്ട്രീറ്റും ഒന്നൊരു സ്പോർട്സ് ടൂറിംഗ് എന്നുള്ള രീതിയിലും. ഇങ്ങനെ രണ്ട് സെഗ്മെന്റിലാണെങ്കിലും ഇതിന്റെ എഞ്ചിന്റെ ഔട്ട്പുട്ടും ട്യൂണിങ്ങും ഒക്കെ പക്കാ സെയിം തന്നെയാണ്. ഈ രണ്ട് വണ്ടിയിലും വരുന്നത് 321cc 4-stroke 2 സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOHC 4 വാൽവ് എഞ്ചിനാണ്. ഈ ഒരു എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പവർ 42 PS അറ്റ് 10,750 RPM 29.5 Nm ടോർക്ക് അറ്റ് 9,000 RPM ആണ്. പിന്നെ ഈ രണ്ട് വണ്ടിയിലും ഒരുപാട് ഇലക്ട്രോണിക് ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. ആകെ ഡുവൽ ചാനൽ ABS മാത്രമേ ഉള്ളൂ. പിന്നെ ഈ രണ്ട് വണ്ടിയിലും വരുന്ന ഡിഫറൻസ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസൈനിലാണ്. അതുപോലെ തന്നെ ഡയമെൻഷനിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓവറാൾ ലെങ്ത്, സീറ്റ് ഹൈറ്റ്, വീൽ ബേസ്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതൊക്കെ സെയിം ആണ്. ചേഞ്ച് ഉള്ളത് ഓവറാൾ വിഡ്ത്തിലാണ്. R3 കുറച്ചും കൂടെ നാരോ ആണ്. കാരണം ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് ആയതുകൊണ്ട് ആ ഒരു വിഡ്ത്തിൽ ചെറിയൊരു കമ്മിയുണ്ട്. MT-03 നമ്മുടെ നേക്കഡ് സ്ട്രീറ്റിലൊക്കെ വരുന്ന പോലെ സ്ട്രൈറ്റ് ഹാൻഡിൽ ബാർ ആയതുകൊണ്ട് ആ ഒരു വിഡ്ത്തിൽ കുറച്ച് കൂടുതലുണ്ട് R3 വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഹൈറ്റ് R3 കുറച്ചൊരു കൂടുതലാണ്. അത് ഈ വൈസറും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും. പിന്നെ കേർബ് വെയിറ്റിലും ചെറിയൊരു ചേഞ്ച് ഉണ്ട്. MT-03 2 കിലോഗ്രാം ലൈറ്റർ ആണ് R3 വെച്ച് നോക്കുമ്പോൾ. ഇൻസ്ട്രുമെന്റ് കൺസോൾ നോക്കുകയാണെങ്കിൽ നോർമൽ ടിപ്പിക്കൽ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ ആണ്. കളർ TFT ഒന്നും വരുന്നില്ല. അത് മാത്രമല്ല ഒരുപാട് ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് ഒന്നുമില്ല. ബേസിക് ആയിട്ട് ഒരു 300cc വരാവുന്ന ഫീച്ചേഴ്സ് മാത്രമേ ഈ ഒരു കൺസോളിൽ വന്നിട്ടുള്ളൂ. ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് ചെക്കൗട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഓരോ വണ്ടിയുടെ ഡിസൈൻസ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് MT-03യിലേക്ക് വരാം. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയതിൽ വെച്ച് 300cc സെഗ്മെന്റിൽ ട്വിൻ സിലിണ്ടറിൽ ഇത്രയും യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനിൽ വരുന്ന നേക്കഡ് സ്ട്രീറ്റ് മോട്ടോർ സൈക്കിൾ വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഈ ഒരു വണ്ടി മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു റോബോട്ടിക് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമേഴ്സ് ആ ഒരു രീതിയിലുള്ള ഒരു ഡിസൈൻ എലമെന്റ് ഈ വണ്ടിയുടെ പല ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഫെയറിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ബേസിക് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എഞ്ചിന്റെ ഭാഗത്തുള്ള സംഭവങ്ങളും കൂളിംഗ് സിസ്റ്റംസും എല്ലാം തന്നെ ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മെക്കാനിക്കൽ എലമെന്റ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ റൈഡിംഗ് പൊസിഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ നേക്കഡ് സ്ട്രീറ്റ് മോട്ടോർ സൈക്കിളിലൊക്കെ വരുന്ന പോലെയുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടുള്ള റൈഡിംഗ് പൊസിഷനോട് കൂടി തന്നെയാണ് ഈ ഒരു വണ്ടി വരുന്നത്. ശരിക്കും ഈ ഒരു വണ്ടിയിൽ കുറച്ചും കൂടെ ചേഞ്ച് നമുക്ക് കൊണ്ടുവരായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ശരിക്കും പക്ക ആ ഒരു R3ന്റെ ബോഡി കിറ്റ് സംഭവങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് ഈ ഒരു എക്സ്റ്റേണൽ ഡിസൈൻ മാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും കുറച്ചും കൂടെ ഒരു ടോർക്കി ആയ രീതിയിലൊക്കെ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായി എന്നൊരു ഫീൽ എനിക്കുണ്ട്. R3യും ഈ ഒരു MT-03 തമ്മിൽ അവര് മേജർ ചേഞ്ചസ് ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. റോക്കറ്റ് വരെ സെയിം ആണെന്നാണ് എൻ്റെ ഒരു ഫീൽ. ആകെ ചേഞ്ച് ഉള്ളത് ഈ ഒരു റൈഡിംഗ് പൊസിഷനിൽ മാത്രമാണ്. R3 കുറച്ചും കൂടെ സ്പോർട്സ് ടൂറിംഗ് ആണ്. ഇത് കുറച്ചും കൂടെ ആ ഒരു നേക്കഡ് സ്ട്രീറ്റ് അപ്രൈറ്റ് റൈഡിംഗ് പൊസിഷൻ ആണ് വരുന്നത്. ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. പിന്നെ MT-03 കുറച്ചൊന്ന് ലൈറ്റർ ആണ്. അതായത് ഒരു 2 കിലോഗ്രാമിന്റെ കുറവുണ്ട്. അതിന്റെ ഒരു വെയിറ്റ് ടു പവർ റേഷ്യോയിലുള്ള ആ ഒരു ഡിഫറൻസ് മാത്രമേ നമുക്ക് MT-03 ഫീൽ ചെയ്യുള്ളൂ. ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ, എല്ലാവരും ഇങ്ങനെ നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോട്ടോർ സൈക്കിൾ വേണ്ടവർക്ക് ഇത് ചൂസ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഈ
ഒരു വണ്ടി ഇതുവരെ നമ്മുടെ പബ്ലിക് റോഡുകളിൽ കണ്ടിട്ടില്ല. കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. R3 പുതിയത് 1-2 തവണ കൊച്ചിയിലൊക്കെ വന്ന ടൈമിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി വേർത്ത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിഗ്രറ്റ് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇതായാലും നമ്മുടെ R3 ആയാലും പേയ്മെന്റ് ആണ്. പിന്നെ ഇപ്പോൾ കറന്റ് ഇന്ത്യയിലുള്ള ഒരു ബിഗർ യമഹ ബൈക്ക് എന്നുള്ള രീതിയിൽ തന്നെ ഈ വണ്ടീന്റെ മിറേഴ്സ് ആയാലും ഇൻഡിക്കേറ്റേഴ്സ് ആയാലും അവർ ആ ഒരു യൂഷ്വൽ സെറ്റപ്പ് നിന്ന് മാറ്റി കുറച്ചൊന്ന് മാറി ചിന്തിച്ചിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. സാധാരണ ടിപ്പിക്കലി യമഹയുടെ എല്ലാ വണ്ടിയിലും ഒരേ ടൈപ്പ് മിറേഴ്സും ഒരേ ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. ഇപ്പോൾ കുറേയൊക്കെ യമഹ ഇന്ന് മാറി ചിന്തിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ള മറ്റൊരു നല്ലൊരു അടിപൊളി കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹെഡ്ലൈറ്റിന്റെ 2 സൈഡിലായിട്ട് കാണുന്ന ഈ ഹോൾസ് അത് ആക്ച്വൽ എയർ ഇൻടേക്ക് തന്നെയാണ്. എയർ ഇതിലൂടെ നേരെ പാസ് ചെയ്തിട്ട് ബോഡി പാനൽസിന്റെ ഇടയിലൂടെ നേരെ എയർ ഫിൽറ്റർ ബോക്സിലേക്ക് എത്തും. ആ രീതിയിലാണ് അവർ ബോഡി പാനൽസ് എല്ലാം തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ചെറിയ ഹെഡ്ലൈറ്റിന്റെ അടിയിൽ തന്നെ നമുക്ക് ഹോണൊക്കെ വളരെ എക്സ്പോസ്ഡ് ആയിട്ട് കൊടുത്ത് കാണാൻ പറ്റും. പിന്നെ ഇതിൽ വന്നിട്ടുള്ള LED പ്രൊജക്ടർ ലാമ്പ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാൻസി സ്റ്റഫുകൾ ഒന്നും തന്നെ ഇല്ല. ആകെ ഉള്ളത് നമ്മുടെ ABS മാത്രമാണ്. ശരിക്കും സ്ലിപ്പർ ക്ലച്ച് കൂടെ ഈ ഒരു വണ്ടിയിൽ ആഡ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് R3-ലും ഈ ഒരു വണ്ടിയിലും സ്ലിപ്പർ ക്ലച്ച് അവർ കൊടുത്തിട്ടില്ല. മറ്റു കൂടുതൽ ഫാൻസി ആയിട്ടുള്ള ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് ഒക്കെ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ABS ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. അതേപോലെ സ്ലിപ്പർ ക്ലച്ച് കൂടെ അവർക്ക് ഈ ഒരു വണ്ടിയിൽ ആഡ് ചെയ്യാമായിരുന്നു എന്നൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയുടെ പില്ലൻ സീറ്റ് നമ്മുടെ R3-ൽ വരുന്ന പോലെ തന്നെ നല്ല ഹൈറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പില്ലൻ അത്രത്തോളം കംഫർട്ടബിൾ ആവില്ല. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു MT-03 അവർക്ക് കുറച്ചും കൂടെ ഒരു ടോർക്കി ആയിട്ടുള്ള രീതിയിൽ നമ്മളെ ടിപ്പിക്കൽ MT മാസ്റ്റർ ഓഫ് ടോർക്ക് എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ ഒരു ടോർക്കി ആയിട്ട് ട്യൂൺ ചെയ്യാമായിരുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ബാക്ക് സീറ്റ് കുറച്ചും കൂടെ ഒരു പില്ലൻ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നേനെ എന്നൊരു ഫീൽ എനിക്കുണ്ട്. ബാക്കി ഈ ഒരു വണ്ടിയിൽ അധികം ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു പ്രൈസിന് ഇത് വോർത്താണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഇതിൽ വന്നിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ട്വിൻ സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ MT-യെ കുറിച്ച് പറയാനുള്ളൂ. ഇനി നമുക്ക് R3-ലേക്ക് നോക്കാം. R3-നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ട്വിൻ സിലിണ്ടർ സ്പോർട്സ് ടൂറിംഗ് സെഗ്മെന്റിൽ 2 വണ്ടികൾ ഇന്ത്യയിലുള്ളൂ. ഒന്ന് നിഞ്ച, ഒന്ന് R3. ഈ ഒരു സെഗ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്പോർട്സ് ടൂറിംഗ് അതും ട്വിൻ സിലിണ്ടറിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു എഞ്ചിൻ അല്ലെങ്കിൽ ആ ഒരു മോട്ടോർ സൈക്കിളിന്റെ എല്ലാ റോഡ് ആസ്പെക്റ്റുകളും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളാണിത്. പിന്നെ ഈ ഒരു R3-യുടെ ഡിസൈനും അതുപോലെ തന്നെ ഇതിന്റെ പ്രീവിയസ് ഡിസൈന് ഇന്ത്യയിൽ പണ്ടുണ്ടായിരുന്ന ഡിസൈന് അതായിരുന്നു കുറച്ചും കൂടെ ഒരു അഗ്രസീവ് ലുക്കൊക്കെ ഉള്ള മോട്ടോർ സൈക്കിൾ. ഇത് കുറച്ചും കൂടെ ഒരു ക്യൂട്ട് ലുക്കായിട്ട് മാറിയിട്ടുണ്ട്. പലർക്കും ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ എനിക്കിതാണ് കുറച്ചും കൂടെ ഇഷ്ടമായത്. പിന്നെ ഈ ഒരു വണ്ടിക്ക് അറ്റൻഷനും പൊതുവെ കുറവാണ്. കാരണം നമ്മുടെ R15 V4 ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു സൈസിൽ ഒരു സിമിലർ ആയിട്ടുള്ള ഡിസൈനിലൊക്കെ വരുന്നതുകൊണ്ട് തന്നെ പലരും ഈ വണ്ടി ഒറ്റനോട്ടത്തിൽ പെട്ടെന്ന് കാണുമ്പോൾ R15 എന്ന് വിചാരിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പലർക്കും ഈ ഒരു ഡിസൈൻ അത്ര പിടിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് പൊതുവെ ഈ ഒരു ഡിസൈനാണ് ഒന്നും കൂടെ ഇഷ്ടം. കുറച്ചും കൂടെ ആ ഒരു അസംബിൾ ചെയ്ത് ഒന്ന് സെറ്റാക്കി വെച്ച പോലെയുള്ള ഒരു ഡിസൈനാണ് ഇപ്പോൾ ഉള്ളത്. കുറേ ഷാർപ്പ് എഡ്ജുകളൊക്കെ ഒഴിവാക്കി കുറച്ചും കൂടെ ആ ഒരു കർവി ആയിട്ടുള്ള ഡിസൈനിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു വെർഷൻ വന്നതോട് കൂടിയിട്ട്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇതിന്റെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ വെർഷൻ കൂടെ വന്നിട്ടുണ്ട്. അത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ഇന്ത്യയിലേക്ക് എന്തായാലും ഈ അടുത്തൊന്നും വരാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവെ യമഹയുടെ വണ്ടികളൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിലേക്ക് വരല്. R5 മാത്രമേ ഇന്ത്യയിൽ ഫസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ, V4 മാത്രം. ഈ വണ്ടിയിലും നമ്മുടെ ബിഗർ സിബ്ലിംഗ് ആയിട്ടുള്ള R1 എന്നുള്ള കുറെ ഇൻസ്പയറിംഗ് എലമെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. മെയിൻ ആയിട്ട് ഫ്രണ്ടിലുള്ള ആ ഒരു ഇൻടേക്ക് ഹോള്, അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡിൽ ബാറിൽ വരുന്ന ആ ഒരു സ്ട്രക്ചറൽ സംഭവങ്ങളൊക്കെ, ഇൻസ്ട്രുമെന്റ് കൺസോളിന്റെ ആ ഒരു ഡിസൈന്, ഈ ഒരു ഫ്യൂൽ ടാങ്കിൽ വരുന്ന ഫിൻസ്, റിമൂവബിൾ ആയിട്ടുള്ള റയർ ഫുഡ് പെഗ്സ്, അങ്ങനെ ഒരുപാട് R1 എന്നുള്ള എലമെന്റ്സ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ പറ്റും. മാത്രമല്ല ഇതിന്റെ ഈ ഒരു ട്വിൻ ഹെഡ്ലൈറ്റ്, അതുപോലെ തന്നെ ബാക്കിലെ ടെയിൽ ലൈറ്റിനൊക്കെ ആ ഒരു യുണീക്ക് ഡിസൈൻ ഉണ്ട്. അതൊക്കെ ഈ ഒരു വെർഷനിലും കൂടെ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ടുള്ള വെർഷനിൽ അവർ അതൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു യുണീക്ക് സെറ്റാണ്. ഒരു ചെറിയ ടൈം ഗ്യാപ്പിൽ വന്ന ഒരു യുണീക്ക് ഡിസൈനാണ് ഈ ഒരു 2 വണ്ടി. വേഗാതെ ഇന്ത്യയിലേക്ക് പുതിയ മോഡൽസ് വരും എന്നൊക്കെ ഉള്ള ഹോപ്പ് എനിക്കുണ്ട്. യമഹയുടെ കാര്യമായതൊന്നും ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇതിന്റെ സൈഡ് ഫയറിംഗിൽ ചെറിയൊരു ഫ്രെയിം സ്ലൈഡർ പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ കാണുന്നുണ്ട്. അത് അക്സസറി ആണെന്നാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ. ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. പൊതുവെ യമഹയുടെ R സീരീസിലുള്ള എല്ലാ മോട്ടോർ സൈക്കിൾസും ഒരു പക്ക സ്പോർട്ടി അല്ലെങ്കിൽ ഒരു ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസ് ആണ്. പക്ഷേ ഈ ഒരു R3 മാത്രം അതിലൊരു യുണീക്കായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഈ ഒരു വണ്ടി വരുന്നത് ഒരു സ്പോർട്സ് ടൂറിംഗ് എന്നുള്ള രീതിയിലുള്ള റൈഡിംഗ് പോസ്റ്ററും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അതിൽ തന്നെ ശരിക്കും ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ഡിസൈൻ കുറച്ചും കൂടി ഒരു ക്യൂട്ടായിട്ടുള്ള, എല്ലാം മിനിമലിസ്റ്റിക് ആയിട്ടുള്ള, ഡിസൈൻ വൈസ് ആയാലും ഒക്കെ ഒരു പക്ക പെർഫെക്റ്റ് ആയ രീതിയിലാണ് യമഹ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു രീതിയിലൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും എൻ്റെ ഒരു ഡ്രീം മോട്ടോർ സൈക്കിളാണ് ഈ R3. അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും എനിക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളതും ഈ ഒരു വെർഷനാണ്. ഇത് എത്രത്തോളം കാലം ഇന്ത്യയിൽ ഉണ്ടാവും എന്നൊന്നും അറിയില്ല. നമുക്ക് പറ്റുകയാണെങ്കിൽ ഈ വണ്ടി എടുക്കണം ഫ്യൂച്ചറിൽ. ലുക്ക് വൈസ് കുറച്ചും കൂടെ അഗ്രസീവായിട്ട് തോന്നുന്നത് ഇതിന്റെ പ്രീവിയസ് വെർഷനും അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഇപ്പം കറന്റ് ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ള പുതിയ വെർഷനാണ്. പക്ഷേ ഈ വെർഷനിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു കേർവി ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇതിനൊരു വേറെ തന്നെ ഒരു ഫീൽ വരുന്നുണ്ട്. അതെല്ലാവർക്കും അത് വന്നോണമെന്നില്ല. പിന്നെ യമഹയുടെ റിഫൈൻമെന്റും റിലയബിലിറ്റിയും അതെല്ലാ എഞ്ചിനിലും യമഹ കൊടുത്തിട്ടുണ്ട്. അത് ഈ വണ്ടിയിലും തീർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും ഇതുപോലെയുള്ള വണ്ടികൾ നമ്മൾ ലൈഫ് ടൈം ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വണ്ടിയാണിത്.
ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വണ്ടീനെ കുറിച്ച് പറയാനുള്ളൂ. കൂടുതൽ എന്താ പറയുക ഫാൻസി സ്റ്റഫുകളൊന്നും ഈ ഒരു വണ്ടിയിലില്ല. അത് തന്നെയാണ് ഈ ഒരു വണ്ടീനെ യൂണീക്ക് ആക്കുന്നത്. ട്രാക്ഷൻ കൺട്രോൾ, സ്ലിപ്പർ ക്ലച്ച്, അതുപോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല. ആകെ നമുക്ക് നെസസറി ആയിട്ട് വേണ്ട ഒരു കാര്യം ABS ആണ്. അത് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ ക്വാളിറ്റി, മെയിൻ സെല്ലിംഗ് പോയിന്റ് ഉള്ളത് ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു എലമെന്റ് ആണ്. അതായത് പ്യുവർ മാൻ വേഴ്സസ് മെഷീൻ എലമെന്റ്. അത് ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടും. അത് R3 ആയാലും MTO3 ആയാലും. ഇനി നമുക്ക് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു R3യുടെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 3,61,000 സംതിങ് ആണ്. അതുപോലെ തന്നെ MTO3യുടെ പ്രൈസ് വരുന്നത് 3,51,000 സംതിങ് ആണ്. MTO3യും R3യും തമ്മിൽ ഒരു 10,000ന്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ യമഹയുടെ ഒരുപാട് വണ്ടികൾ യമഹ ഫാൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ യമഹയുടെ ഏത് വണ്ടി വരാനാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ ഫ്രാങ്കോ സൈനിങ് ഔട്ട്. ബൈ.